അവതാർ 3 ഇറങ്ങാൻ ഇനിയും ഒരു വർഷമുണ്ട്. ഈ പടത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ D23 എക്സ്പോയിലും അതിന് മുമ്പൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോണത് D23 എക്സ്പോക്ക് മുമ്പ് നടന്ന കാര്യങ്ങളും D23 നടന്ന കാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴച്ചാണ്. ആ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇതുവരെ വന്ന 2 സിനിമയും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. പക്ഷേ അതിൽ കണ്ടത് മാത്രമല്ല പാൻഡോറ, അതിങ്ങനെ നീണ്ടു നിവർന്നെടുക്കുന്ന ഒരു വേൾഡാണ്. ആദ്യ ഭാഗത്തിൽ നമ്മൾ മനുഷ്യരുടെ ലൈഫ് സ്റ്റൈലിനോട് സിമിലർ ആയിട്ടുള്ള നാവി പീപ്പിൾസിനെ കണ്ട് അവരെ വിളിക്കുന്നത് ഒമറ്റിക എന്നാണ്. ഈ ഒരു യൂണിവേഴ്സിലെ ക്ലാനും കൾച്ചറൊക്കെ എടുത്തു നോക്കിയാൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അവതാർ 2 ഫോക്കസ് ചെയ്ത് മിക്കൈന എന്ന് പറഞ്ഞ ക്ലാനിനെ കുറിച്ചാണ്. അത് വാട്ടർ പീപ്പിളാണ്. അടുത്ത് വരാൻ പോണത് ആഷ് പീപ്പിളിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയത് D23 എക്സ്പോയിൽ ഈ ഒരു പടത്തിന്റെ പേര് അനൗൺസ് ചെയ്ത് അവതാർ ഫയർ ആൻഡ് ആഷ് എന്നാണ്. അതായത് ഈ ഒരു പടത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് പാൻഡോറയുടെ വോൾക്കാനോ റീജിയനെ കുറിച്ചാണ്. ഇതുവരെ അനൗൺസ് ചെയ്തും ബാക്കി റിലീസ് ചെയ്ത പടങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവതാർ ഫസ്റ്റ് ഒഴിച്ച് ബാക്കി 2 നാച്ചുറൽ എലമെന്റ്സിന്റെ പേരാണ് കൊടുത്തതാണ്. 3 പടം 3 കൾച്ചറാണ് എക്സ്പ്ലെയിൻ ചെയ്യണേ. സോ ഇനി വരാൻ പോണതും ബാക്കിയുള്ള 2 എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടൈറ്റിൽ ഇടാൻ പോണേ. ഇനി പറയാനുള്ളത് എർത്ത്, എയർ എന്നീ എലമെന്റ്സിനെ കുറിച്ചൊക്കെയാണ്. മൂൺ പാൻഡോറയെ കുറിച്ച് ഓൾറെഡി ഫസ്റ്റ് മൂവിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും പറഞ്ഞ ഒരു ചോദ്യമായിരിക്കും, ഇതെന്താ അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡറോ എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം വരല് എന്നെ സംബന്ധിച്ച് തീർത്തും സ്വാഭാവികമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ചോദ്യം വന്നു തീർന്നു. പോരാത്തതിന് അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡർ കാർട്ടൂണിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഷോ ആണത്. ബാക്ക് ടു ദ പോയിന്റ്, ഇത്ര നാൾ നമ്മൾ കണ്ടത് നാവി ജനങ്ങൾക്കെതിരെ പോരാടുന്ന ഹ്യൂമൻസിനെ ആയിരുന്നു. എന്നാൽ ഇത്തവണ നമ്മൾ കാണാൻ പോണത് നാവി വേഴ്സസ് നാവി ആയിരിക്കും. നാവിയുടെ ഒരു റൂത്ത്ലെസ് സൈഡൊക്കെ ഈ ഒരു പടത്തിൽ എക്സ്പ്ലോർ ചെയ്യും. ആഷ് പീപ്പിളിലൂടെ കാണിക്കാൻ പോണത് നാവി ജനങ്ങൾക്കിടയിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരും ചീത്തയായിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ്. സോ ഇവിടെ നമ്മുടെ ക്യാരക്ടേഴ്സിനെതിരെ വരാൻ പോണത് ആഷ് പീപ്പിളാണ്. ഒബ്വിയസ്ലി ഈ ഒരു പടം ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. പാൻഡോറയുടെ ഒരു പുതിയ സൈഡ്, ഒരു പുതിയ കൾച്ചറൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവതാർ ദ വേ ഓഫ് വാട്ടർ അവസാനിച്ചത് കണ്ടിന്യൂഷൻ പ്ലോട്ടിനുള്ള ഒരു ചാൻസ് തുറന്നിട്ടുകൊണ്ടാണ്. കേണൽ ക്വാർച്ചിനെ സ്പൈഡർ രക്ഷിച്ച്. സോ ആ ഒരു ക്യാരക്ടറിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ ഈ ഒരു പടത്തിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇനി ആ ക്യാരക്ടറിനെ ലാസ്റ്റ് പടത്തിൽ കൊണ്ടുവന്നാൽ മതി. ഓൾറെഡി 2 പടത്തിൽ ആ ക്യാരക്ടർ തോറ്റ് സെയിം വില്ലനെ പിന്നെയും തോൽക്കണമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ആ ഒരു വില്ലനോട് മതിപ്പൊന്നും ഉണ്ടാവില്ല. സോ ലാസ്റ്റ് പടത്തിലേക്ക് വെച്ചിട്ട് ഒരു വലിയ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം. ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിന് റിട്ടേൺ കൊണ്ടുവന്നത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഫസ്റ്റ് മൂവിൽ ആ ക്യാരക്ടർ മരിച്ചതാണ്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറി ആർക്ക് അവിടെ വെച്ച് തീർക്കാം. പിന്നെയും ആ ക്യാരക്ടറിനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പാൻഡോറ ഒരു വലിയ വേൾഡാണ്. ആ ഒരു വേൾഡിലേക്ക് തന്നെ പുതിയ ത്രെറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ആ ഒരു ക്യാരക്ടറിനെ റിട്ടേൺ കൊണ്ടുവരാണെങ്കിൽ തന്നെ ലാസ്റ്റത്തെ 2 പടത്തിലേക്കോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു പടത്തിലേക്കോ കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. ഇത്ര നാൾ നമ്മൾ ആ ഒരു ക്യാരക്ടർ മരിച്ചെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ട്വിസ്റ്റ് അടിച്ച് അവസാനത്തെ പടത്തിലേക്കൊക്കെ വരുമ്പോൾ ആ ക്യാരക്ടർ മരിച്ചിട്ടില്ല, ഒരു അവതാർ ഫോമിലാണ് ആ ക്യാരക്ടർ ഉള്ളതെന്ന് കാണിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ആ ക്യാരക്ടർ ജെയ്ക് സുള്ളിയുടെ അടുത്ത് റിവെഞ്ച് എടുക്കാൻ റിട്ടേൺ ആയെന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ സ്റ്റോറി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതായത് വേറെ ഒന്നുമില്ല, അവതാർ 2 നമ്മൾ വില്ലൻ്റെ ആർക്കായിട്ട് എന്ത് കണ്ടോ ആ ഒരു ആർക്ക് അവസാനത്തെ 2 പടത്തിലേക്കോ അല്ലെങ്കിൽ അവസാനത്തെ ഒരു പടത്തിലേക്കോ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായേനെ. പക്ഷേ രണ്ടാമത്തെ പടത്തിലേക്ക് ആ ക്യാരക്ടറിനെ തന്നെ പിന്നെയും വില്ലനായിട്ട് കൊണ്ടുവന്നത് എന്നെ സംബന്ധിച്ച് എനിക്കത് മടുപ്പുണ്ടാക്കി. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആ ക്യാരക്ടറും ആ ക്യാരക്ടറിന്റെ ആർമിയും ഈ ഒരു പടത്തിലും അപ്പിയറൻസ് കൊടുത്തേക്കാം. അവതാർ ഫയർ ആൻഡ് ആഷിൽ 2 ക്ലാൻ പുതിയതായിട്ട് കാണിക്കും. അതിലൊന്ന് ഫയർ നാവിയാണ്, അതിന്റെ ലീഡർ വറാങ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇത്തവണ കഥ പറയാൻ പോണത് ആദ്യത്തെ 2 പടത്തെ പോലെ ജെയ്ക് സുള്ളിന്നായിരിക്കില്ല, പകരം ലോക്ക് എന്ന ക്യാരക്ടറിൽ നിന്നാണ്. ആ ക്യാരക്ടറിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു വേൾഡിനെ ഷേപ്പ് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. അത് നമുക്ക് നോക്കി കാണുന്നതാവും ബെറ്റർ. ഇതിനു മുമ്പ് അവതാർ 3യുടെ കൺസെപ്റ്റ് ആയിട്ട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പാൻഡോറയുടെ ഡെസേർട്ട് റീജിയനും പോളാർ റീജിയനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പാൻഡോറ എന്ന് പറയുന്നത് എർത്തിനെ പോലെ തന്നെയുള്ള മറ്റൊരു പ്ലാനറ്റ് ആണ്. അവിടെയും ഇവിടുത്തെ പോലെ തന്നെ പല സ്ഥലങ്ങളും ക്രീച്ചേഴ്സും ആളുകളൊക്കെ ഉണ്ട്. എക്സിൽ പോസ്റ്റ് ചെയ്ത ഫസ്റ്റ് പിക്കിൽ വോൾക്കാനോരിയാണ് കാണിച്ചതാണ്, അതായത് ആഷ് പീപ്പിൾ. ഇവരെ കുറിച്ചായിരിക്കും മെയിൻ സ്റ്റോറി പറയാൻ പോണത്. ഈ ഒരു കൾച്ചർ എന്താണെന്നുള്ളത് ആ ഒരു സിനിമയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യും. മറ്റൊരു ലുക്ക് ഒരു ഡെസേർട്ട് ആണ്. അവിടെ നമുക്ക് എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന മൗണ്ടെയിൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പോസിബിൾ ഇവിടെയും വേറൊരു ക്ലാനും അവിടുത്തെ കൾച്ചറിൽ ജീവിക്കുന്ന നാവിയും ഉണ്ടാവും. അതുപോലെ ഒരു പോളാർ ലാൻഡ്സ്കേപ്പും കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ അപ്സൈഡ് ഡൗൺ നിൽക്കുന്ന മൗണ്ടെയിൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്സൈഡ് ഡൗൺ ആണോന്ന് അറിയില്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെയും ഒരു ഡിഫറെൻറ്റ് ക്ലാൻ ഉണ്ടാവുമായിരിക്കും. അവതാർ 3 പാൻഡോറയുടെ പല സൈഡൊക്കെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ആഷ് പീപ്പിൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ക്യാമിയോ അപ്പിയറൻസ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. കൂടാതെ മൂവിയുടെ മെയിൻ ആന്റാഗണിസ്റ്റ് ആഷ് പീപ്പിൾ ആയതുകൊണ്ട് അവരെക്കുറിച്ച് തന്നെയായിരിക്കും മെയിൻ സ്റ്റോറിയിൽ ഫോക്കസും ചെയ്യണേ. അവരുടെ ലൈഫ് സ്റ്റൈലും കൾച്ചറൊക്കെ ഈ ഒരു പടത്തിൽ കാണിക്കും. മിക്കവാറും ഈ ഒരു 5 പടം കഴിയുമ്പോൾ ആ ഒരു എൻറ്റയർ വേൾഡ് നമുക്ക് മുമ്പിൽ ഓപ്പൺ ആക്കി തരുമെന്ന് തോന്നണേ. എന്തായാലും ആദ്യത്തെ 2 പടത്തേക്കാളും ഒരുപാട് സ്ഥലങ്ങളും കൾച്ചറൊക്കെ ഈ ഒരു പടത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പോലെ ഒരു പടം ആയിരിക്കില്ല എന്നും പകരം നമുക്ക് വേണ്ടത് എന്താണോ അങ്ങനത്തെ ഒരു പടം ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കണേ. മുമ്പ് പുറത്തുവിട്ട ഒരു കൺസെപ്റ്റ് ആർട്ടിൽ ജെയിംസ് ക്യാമറൺ ഒരു ക്രീച്ചറിനെ കാണിച്ചു തന്നിരുന്നു. അവതാർ 3ക്കും 4നും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീച്ചറിനെ ഡിസൈൻ ചെയ്തേക്കണേ. ഇതിന്റെ പേര് മെഡൂസ എന്നാണ്. ആക്ച്വലി 1995 ഈ ഒരു പടത്തിന്റെ ടൈറ്റിൽ പ്രൊജക്ട് 8080 ആയിരുന്നപ്പോൾ തന്നെ ഇങ്ങനൊരു ക്രീച്ചറിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ജെയിംസ് ക്യാമറോണിന് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് 2009 വന്നപ്പോൾ ആ ഒരു ക്രീച്ചറിനെ അവതാർ 1ന്റെ ഡ്രാഫ്റ്റിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റി.
ഈ ക്രീച്ചർ ഒരു ജെല്ലി ഫിഷ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിന് പറക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഒറിജിനൽ സ്റ്റോറി അനുസരിച്ച് ഈ ഒരു കൺസെപ്റ്റ് ആർട്ടിൽ കാണുന്ന പോലെ മെഡ്യൂസയുടെ കയ്യിൽ ട്രാപ്പ് ആവുന്ന ജെയ്ക് സുള്ളിയുടെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. ഈ കൺസെപ്റ്റ് ആർട്ട് ശരിക്കും പഴയതാണ്. ആ ഒരു ക്രീച്ചറിനെ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ കൺസെപ്റ്റ് ആർട്ടൊക്കെ പുറത്തുവിട്ടാണ്. ആ ഒരു ഫ്ലോട്ടിംഗ് മൗണ്ടൈൻ്റെ ഇടയിലായിരുന്നു ഈ ക്രീച്ചറിന് സീൻ ഉണ്ടായിരുന്നത്. ആക്ച്വലി ജെയ്ക് സുള്ളിയുടെ ഹ്യൂമൻ വെർഷനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ക്യാരക്ടർ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു അറ്റാക്കിന്റെ അവസാനം വന്ന് നിൽക്കുന്നത് മെഡൂസയുടെ ഡെത്തിലാണ്. അതായത് മെഡൂസ മരിക്കും. ആ ഫൈറ്റിൽ ഹ്യൂമൻസിന്റെ ചോപ്പറൊക്കെ തയ്യാറുണ്ട്. പോരാത്തതിന് അതിന്റെ അവസാനം ജെയ്ക് സുള്ളി അവതാർ 1 നമ്മൾ കണ്ട മറ്റ് ക്രീച്ചേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ആ ഒരു ക്യാരക്ടറിന്റെ പേര് ജെയ്ക് സുള്ളി എന്നായിരുന്നില്ല, ജോൾ സുള്ളി എന്നായിരുന്നു. പിന്നെയാണ് ജെയ്ക് സുള്ളി എന്നാക്കണേ. ഈ ഒരു പടത്തിനെ കുറിച്ച് ജെയിംസ് ഗൺ മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയണത് വെച്ച് ഫയർ എന്ന് പറയുന്നത് ആ ഒരു വെറുപ്പിനെയും വയലൻസിനെയും ട്രോമേനെയും ഒക്കെയാണ് എടുത്ത് കാണിക്കണേ. അവരുടെ പവറിനെ മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പടത്തിൽ കാണിക്കാൻ പോണേ. അതായത് മെയിൻ അന്റാഗണിസ്റ്റ് അവരാണല്ലോ. മറ്റു ക്ലാൻസിന്റെ ഒപ്പം ഒത്തുപോകാണ്ട് അവർക്കെതിരെ നിൽക്കുന്ന ഒരു നാവി ഗ്രൂപ്പ് ആയിരിക്കും ആഷ് പീപ്പിൾ. ഇവിടെ ആഷ് റെപ്രസെന്റ് ചെയ്യണത് എൻഡിനെയാണ്, അതായത് എല്ലാത്തിന്റെ അവസാനം. ഫയർ ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ആഷ് ഉണ്ടാവും. ആഷ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രീഫ് ആയിരിക്കും. പോസിബിളി ഒരുപാട് ഡെത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നാവി മക്കൾ പരസ്പരം കൊല്ലണതും മരിക്കണതൊക്കെ ആയിരിക്കും ഫയർ ആൻഡ് ആഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആഷിൽ നിന്ന് ഉയർത്തെണീക്കണ നാവി മക്കളുടെ കഥയായിരിക്കും ജെയിംസ് പറയാൻ പോണേ. നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഇമോഷണൽ സൈഡ് കുറച്ചുകൂടി നന്നായിട്ട് ഈ ഒരു സിനിമ എക്സ്പ്ലോർ ചെയ്യും. ആ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും ഡാർക്കസ്റ്റ് സ്റ്റോറി ആയിരിക്കും ഇത്. ഫയർ ഒരു വാറായിരിക്കും. ജെയ്ക് സുള്ളിയുടെയും നത്തീരിയുടെയും ഒക്കെ ലൈഫിൽ അവർ ഫേസ് ചെയ്യാൻ പോണ മറ്റൊരു യുദ്ധം, വെറുപ്പിന്റെ യുദ്ധം. ഇവിടെ ആഷ് പീപ്പിളിന് പൊതുവെ മറ്റുള്ള ക്ലാനോട് വെറുപ്പുണ്ടായിരിക്കാം. അത് തന്നെയാവാം അവരെ വില്ലന്മാരാക്കി മാറ്റണേ. അല്ലെങ്കിൽ അവരുടെ വെറുപ്പ് എന്ന് പറയുന്നത് അവതാരത്തിനോടാവാം. അവതാർ ഒരു പ്യുവർ നാവി അല്ലല്ല. ഫസ്റ്റ് മൂവിയിൽ ഇതിനെ ബേസ് ചെയ്ത് ഒമറ്റിക ക്ലാനിലെ കുറച്ച് അംഗങ്ങൾ ജെയ്ക് സുള്ളിക്കെതിരെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇവരും ഹ്യൂമൻസിനെ അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും. അല്ലെങ്കിൽ ഇവർ പാൻഡോറയിലെ മൊത്തം ക്ലാൻസിന്റെ മേളിൽ കൺട്രോൾ എടുക്കാൻ ട്രൈ ചെയ്യണ ഒരു ഗ്രൂപ്പായിരിക്കും. ചിലപ്പോൾ ഇവിടെ കേണൽ ക്വാറച്ച് ആഷ് പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് കേണൽ ക്വാറച്ചിനെ ഇനി ലാസ്റ്റ് പടത്തിലേക്ക് കാണിക്കണതാണ് നല്ലത്. ചിലപ്പോൾ ക്വാറച്ചിനെ കാണിക്കാണ്ട് ഹ്യൂമൻ മിലിറ്ററിനെ കാണിക്കായിരിക്കും. സുള്ളിയോട് റിവെഞ്ച് എടുക്കാൻ ക്യാരക്ടർ എന്തും ചെയ്യും. അവതാർ 2യുടെ എൻഡിൽ ജയിക്കിന്റെ മകൻ മരിക്കുന്നുണ്ട്. അതിനവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണതിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഗ്രീഫ് ആൻഡ് ഇമോഷണൽ സീക്വൻസ് കാണിക്കണേ. അതിന് പുറമെ ഈ സിനിമയിൽ വേറെ ഡെത്ത് കാണിക്കും. എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല. മിസ്യൂസ് ഓഫ് പവർ എന്ന് ജെയിംസ് ക്യാമറൺ പറഞ്ഞിട്ടുള്ളത് പോസിബിളി ആഷ് പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും. അവർക്ക് ഫയർ ഒരു പവർ ആയിരിക്കാനും സാധ്യതയുണ്ട്. അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡറിനെ പോലെ ഫയർ ബെൻഡ് ചെയ്യണ നാവീസിനെ നമുക്ക് കാണേണ്ടി വരുമെന്തോ. പവേഴ്സ് കൊണ്ടുവരൽ ഇവിടെ പോസിബിൾ ആണ്. വേ ഓഫ് വാട്ടറിൽ കിരിക്ക് സ്പെഷ്യൽ എബിലിറ്റി ഉള്ളത് നമ്മൾ കണ്ടതാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആഷ് പീപ്പിളിനും ഇത് കാണിക്കാം. ഈ പടത്തിൽ കിരി ആ ക്യാരക്ടറിന്റെ അമ്മേനെ കുറിച്ചും പാൻഡോറയെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്പൈഡറിന് പാൻഡോറയിൽ എയർ ശ്വസിക്കാൻ പറ്റും ഈ ഒരു സിനിമയിൽ. നോർമലി ഹ്യൂമൻസിന് പാൻഡോറയിൽ ഓക്സിജൻ കിട്ടൂല. പക്ഷെ ഈ ഒരു പടത്തിൽ സ്പൈഡറിന് അതിന് പറ്റും. മേ ബി കിരി വഴി എന്തെങ്കിലും ചെയ്യണതായിരിക്കും. ഇവിടെ D23 എക്സ്പോയിൽ റിലീസ് ചെയ്ത കൺസെപ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിലൊരെണ്ണത്തിൽ ബാൻഷി എന്ന് പറഞ്ഞ ക്രീച്ചറിനെ മോളിൽ കയറി എങ്ങോട്ടേക്ക് പോകണം നമ്മുടെ ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. നത്തീരിയാണ് ഇവിടെ ഇക്കറാനോ റൈഡ് ആണ്. പോസിബിളി നമ്മുടെ ക്യാരക്ടേഴ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലം തേടി പോണതായിരിക്കാം. ഇതിൽ ഇക്രാനെ കൂടാതെ മറ്റു ക്രീച്ചേഴ്സിനെയും കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ പുറകിൽ എന്തോ ഒരു എയർഷിപ്പ് മോഡൽ കാണാൻ പറ്റും. ചിലപ്പോൾ എൻ്റയർ ക്ലാൻ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണതാവാം. മേ ബി ഇവിടെ വെച്ചായിരിക്കും മെഡൂസ അവർ അറ്റാക്ക് ചെയ്യാണ്. ഈ ഒരു കൺസെപ്റ്റ് ആർട്ടിൻ്റെ മറ്റൊരു ആംഗിൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഇക്രാനെ കൂടാണ്ട് മറ്റൊരു ക്രീച്ചറിനെ കൂടി കാണാൻ പറ്റും. അവർ ആ ഒരു ഷിപ്പ് കൊണ്ട് എങ്ങോട്ടേക്ക് പോവാണ്. ആ ഒരു ട്രാവലിലായിരിക്കും നേരത്തെ കാണിച്ച സെപ്പറേറ്റ് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്. ഇവിടെ മറ്റു ചില ഇക്രാനെയും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ആഷ് പീപ്പിളിൻ്റെ കൺസെപ്റ്റ് ആർട്ടാണ്. ഇതിലൊരു ഡിഫറെൻറ്റ് കൾച്ചർ കാണാം. അത് കണ്ടിട്ട് ഒരു റിച്വൽ പോലെയാണ് ഫീൽ ആവണേ. ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് വരാൻ പോണ മെയിൻ അന്റാഗണിസ്റ്റ് ഒരു ഫീമെയിലാണ്. ആഷ് പീപ്പിളിൻ്റെ ലീഡർ വറാങ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണത്. ആ ക്യാരക്ടറിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു നാവീസിനെ നോക്കിയാൽ മറ്റു നാവീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ലുക്ക് വൈസും ഒക്കെ വേറൊരു ടൈപ്പ് നാവീനെ കാണുമ്പോഴാണ് തോന്നുന്നത്. ആ ക്യാരക്ടറിൻ്റെ തലയുടെ ഡിസൈൻ ആണെങ്കിലും വേറൊരു ടൈപ്പിലാണ് കൊടുത്തതാണ്. ചിലപ്പോൾ എന്തെങ്കിലും വച്ചേക്കേണ്ടതായിരിക്കും. അതുപോലെ ഇവിടെ വറാങ്ങിനെ എടുത്ത് ആ ക്യാരക്ടറിൻ്റെ ഫേസൊക്കെ കണ്ടിട്ട് മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ട് ഒരു ക്യാരക്ടറിനെ പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു റിച്വലിൻ്റെ ഇടയിലും ആയതുകൊണ്ടും ആവാം. അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ ഒരു സൈക്കോ സെറ്റപ്പിലും കാണിക്കാം. ആ ക്യാരക്ടറിന് മാത്രമല്ല കൂടെ നിൽക്കുന്ന എല്ലാ നാവീസിനെ ആണെങ്കിലും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ വറാങ്ങിൻ്റെ കൈയൊക്കെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ നഖം ഭയങ്കര ഷാർപ്പാണ്. എല്ലാവരും പല പല മാസ്ക് ഇട്ടേക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ച് പേരൊക്കെ ഏതൊരു ക്രീച്ചറിനെ പോലെ തോന്നുന്നുണ്ട്. ഈ ആഷ് പീപ്പിളിൻ്റെ മറ്റൊരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ വറാങ് ഒരു ഇക്രാൻ്റെ പുറത്തേറി എന്തോ ഒരു ഫൈറ്റിന് പോകുമ്പോലെയാണ് തോന്നുന്നത്. ഈ ഒരു കൾച്ചറിലെ പുതിയ ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സിനെയൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരും. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ടൈപ്പിലുള്ള ഒരു ഇക്രാനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് ലുക്കാണ്. പോസിബിളി ആഷ് പീപ്പിളിൻ്റെ ഇക്രാൻ ഈ ഒരു ലുക്കായിരിക്കും. വറാങ്ങിൻ്റെ ബാക്കിൽ ഒരുപാട് ആഷ് പീപ്പിൾ ഇതുപോലെ പറന്നു വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ തോക്കുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. തോക്ക് ശരിക്കും നാവി പീപ്പിളിൻ്റെ ടെക്നോളജി അല്ല. അവരത്ര അഡ്വാൻസ്ഡ് അല്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ദേ ഹാവ് കോണ്ടാക്ട് വിത്ത് ഹ്യൂമൻസ് ആയിരിക്കും ഒമറ്റിക്കായ്ക്കെതിരെ ആഷ് പീപ്പിളിന് വെപ്പൺ സപ്ലൈ ചെയ്യണത്. അത് വെച്ച് ഈ ഒരു മൂവിയുടെ അവസാനം നടക്കാൻ പോകുന്നത് ഒരു വലിയ യുദ്ധമായിരിക്കും എന്ന് ഊഹിക്കാം.
മേ ബി അത് നാവി വേഴ്സസ് നാവി ആയിരിക്കാം, അല്ലെങ്കിൽ ആഷ് പീപ്പിൾ വിത്ത് ഒമറ്റിഗായ വേഴ്സസ് ഹ്യൂമൻസും ആയിരിക്കാം. ഇനി എങ്ങാനും ലാസ്റ്റ് ആഷ് പീപ്പിളിൻ്റെ മനസ്സ് മാറുമെന്ന് നമുക്ക് അറിയുമല്ലോ. സോ ആഷ് പീപ്പിളിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ട്രെയിലറെങ്കിലും മിനിമം വരേണ്ടി വരും. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഈസ് CG സൈനിങ് ഓഫ്.